തെലങ്കാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി. ഏതു സമയത്തും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടിയത്. 10 MLA-മാർ രഹസ്യയോഗം ചേർന്നു. MLA-മാർ അനിരുദ്ധ റെഡ്ഡിയുടെ ഗണ്ടിപ്പെട്ടിലെ ഫാം ഹൗസിലായിരുന്നു യോഗം. MLA-മാരായ നളിനി രാജേന്ദ്രൻ റെഡ്ഡി, ഭൂപതി റെഡ്ഡി, NM ശ്രീനിവാസ് റെഡ്ഡി, മുരളി നായിക, കുച്ചകുല്ല രാജേഷ് റെഡ്ഡി, സഞ്ജീവ് റെഡ്ഡി, അനിരുദ്ധ് റെഡ്ഡി, ലക്ഷ്മികാന്ത റാവു, ദൊന്തി മാധവ് റെഡ്ഡി, ബിർള ഇലയ്യ എന്നിവരാണ് രഹസ്യയോഗത്തിൽ പങ്കെടുത്തത്. കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ പാസാക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന ആരോപണമുള്ള 2 മന്ത്രിമാരോടുള്ള പ്രതിഷേധം അത് വിമത നീക്കത്തിന് വഴിവെച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മന്ത്രിമാരുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമത്തിലാണ്. MLA-മാരുമായി നല്ല ബന്ധം സൂക്ഷിക്കണമെന്ന് മന്ത്രിമാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പരാതികൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. അതേസമയം രഹസ്യയോഗമല്ല, അത്താഴ വിരുന്നാണ് നടന്നതെന്നും പ്രതിപക്ഷം വിഷയം വഷളാക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് യോഗം ചേർന്ന MLA-മാർ പറയുന്നത്. കൂടുതൽ MLA-മാർ വിമതപക്ഷത്ത് വരുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് ഉടക്കി നിൽക്കുന്ന MLA-മാരാണ് യോഗം ചേർന്നവരിൽ കൂടുതൽ പേര്. ഇവർ BJP-യിൽ ചേരുമെന്നാണ് പറയപ്പെടുന്നത്. BJP നേതാക്കളുമായി രഹസ്യ സംഭാഷണം നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. 1 വർഷം മുമ്പ് പാർട്ടി അധികാരത്തിലെത്തിയ തെലങ്കാനയിൽ ഭിന്നത രൂക്ഷമായത് ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കമാൻഡ് വീക്ഷിക്കുന്നത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനും ക്രമക്കേടുകൾ തടയുന്നതിനും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിൽ ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു. 8-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. മുതിർന്ന നേതാക്കളും വിദഗ്ധരും കമ്മിറ്റിയിലുണ്ടാകും. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ക്രമക്കേടായിരിക്കും ആദ്യം പരിശോധിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് പാർട്ടി നേതൃത്വത്തിന് ഉടൻ നൽകും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും സമിതി പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങളിൽ ക്രമക്കേടുകൾക്ക് ഉടനടി റിപ്പോർട്ട് ചെയ്യുകയും നടപടിയെടുക്കുകയും ചെയ്യുകയാണ് സമിതിയുടെ ഉത്തരവാദിത്വം.